സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അമേരിക്കയും ചൈനയും പോലും മാറ്റി നിർത്തി അങ്ങേയറ്റത്തെ ചാണക്യതന്ത്രം കളിച്ചുകൊണ്ട് ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ AI സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ഇന്ത്യ നടപ്പിലാക്കുന്ന ബുദ്ധിപരമായ നീക്കങ്ങൾ. ഭൂട്ടാനിലെ ക്രിപ്റ്റോസിറ്റി മുതൽ ലാറ്റിൻ അമേരിക്കയിലെ ലിഥിയം ഖനികൾ വരെ നീളുന്ന ഇന്ത്യയുടെ ബൃഹത്തായ മാസ്റ്റർ പ്ലാനിൻ്റെയും 2026 AI ഇമ്പാക്ട് സമ്മിറ്റിൻ്റെയും ഒരു സമ്പൂർണ്ണ വിശകലനം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുധങ്ങൾ കൊണ്ടല്ലാത്ത, എന്നാൽ ലോകത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ യുദ്ധത്തെക്കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആഗോള യുദ്ധം. ഈ യുദ്ധത്തിലെ രാജാക്കന്മാരാകാൻ ശ്രമിക്കുന്നത് അമേരിക്കയും ചൈനയുമാണ്. അമേരിക്കയുടെ ശക്തി അവരുടെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഓപ്പൺ AI തുടങ്ങിയ സോഫ്റ്റ്വെയർ ഭീമന്മാരാണ്. മറുഭാഗത്തെ ചൈനയാകട്ടെ ഹാർഡ്വെയറിലും റോബോട്ടിക്സിലും വൻ കുതിപ്പാണ് നടത്തുന്നത്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യ തങ്ങളുടെ തനതായ ചാണക്യനീതി പുറത്തെടുക്കുന്നത്. ഈയിടെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ലോകത്തെ 45ഓളം രാജ്യങ്ങളെ അണിനിരത്തി ഇന്ത്യ സൃഷ്ടിച്ച പുതിയ കാർട്ടലിൽ അമേരിക്കയും ചൈനയും നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തി. അമേരിക്കൻ കമ്പനികളുടെ ജോയിൻറ്റ് വെഞ്ചർ ഓഫറുകൾ പോലും ഇന്ത്യ നിരസിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യക്ക് വേണ്ടത് മറ്റുള്ളവരുടെ ഔദാര്യമല്ല, മറിച്ച് പൂർണ്ണമായ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്, അതായത് തന്ത്രപരമായ സ്വയംഭരണ അവകാശം. ഇന്ത്യ ഇസ്രായേൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ തദ്ദേശീയമായിട്ട് നമ്മൾ പ്രതിരോധ മേഖലയിൽ നേട്ടങ്ങൾ കൊയ്യുന്ന അതേ തന്ത്രം. ഇന്ത്യ എങ്ങനെയാണ് തങ്ങളുടേതായ ഒരു സ്വതന്ത്ര AI സപ്ലൈ ചെയിൻ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. AI സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മൈക്രോ ചിപ്പുകളും തടസ്സമില്ലാത്ത ഊർജ്ജ സംഭരണവും ഒക്കെയാണ്. ഇതിനായിട്ട് സൂപ്പർ ബാറ്ററികളും അത്യാവശ്യമാണ്. ബാറ്ററികളുടെ ജീവനാഡിയാണ് ലിഥിയം. ഇവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാസ്റ്റർ സ്ട്രോക്ക്. സമ്മിറ്റിലേക്ക് ഇന്ത്യ ക്ഷണിച്ച ആദ്യ രാജ്യങ്ങൾ ബൊളീവിയയും അർജന്റീനയുമാണ്. ബൊളീവിയയുടെ കൈവശമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപമുള്ളത്, ഏകദേശം 21 ദശലക്ഷം ടണ്ണ്. അർജന്റീനയ്ക്കാകട്ടെ ഈ ലിഥിയം പ്രോസസ്സ് ചെയ്യാനുള്ള മികച്ച സാങ്കേതിക വിദ്യയുമുണ്ട്. ചൈനയിൽ നിന്ന് ബാറ്ററികൾ വാങ്ങുന്നതിന് പകരം ബൊളീവിയയിൽ നിന്ന് നേരിട്ട് ലിഥിയം സ്വന്തമാക്കാനും അർജന്റീനയുടെ സഹായത്തോടു കൂടി അത് പ്രോസസ്സ് ചെയ്യാനുമായിട്ടാണ് ഇന്ത്യയുടെ പ്ലാന്. ഇതിലൂടെ ഹാർഡ്വെയർ നിർമ്മാണത്തിൽ ഭാവിയിൽ ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ ഉറപ്പുവരുത്തുന്നു. ഹാർഡ്വെയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? AI പ്രവർത്തിക്കാനായിട്ട് കൂറ്റൻ ഡേറ്റാ സെൻറ്ററുകൾ വേണം. ഒരു സാധാരണ ഗൂഗിൾ സെർച്ചിനേക്കാളും 10 ഇരട്ടി ഊർജ്ജമാണ് ഒരു AI സെർച്ചിന് വേണ്ടത്. അതായത് ലോകമെമ്പാടുമുള്ള AI ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിക്കാനായിട്ട് ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടതിനേക്കാളും വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ്. ഇവിടെയാണ് കസാക്കിസ്ഥാൻ ചിത്രത്തിലേക്ക് വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് കസാക്കിസ്ഥാൻ. ആഗോള വിഹിതത്തിൻ്റെ 43%. കൂടാതെ അവിടെ വൻ പ്രകൃതിവാതക നിക്ഷേപവുമുണ്ട്. AI ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായ വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കാനായിട്ട് യുറേനിയം ഉപയോഗിച്ചുള്ള ആണവോർജ്ജവും പ്രകൃതിവാതകവും ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ ഇന്ത്യ കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനെയാണ്. ഭൂട്ടാനിലെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന ഗലഫോ മൈൻഡ്ഫുൾനെസ് സിറ്റി ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇത് വെറും ഒരു നഗരമല്ല, ഏകദേശം $1 ബില്യൺ മൂല്യമുള്ള 10,000 ബിറ്റ്കോയിനുകളാണ് ഭൂട്ടാൻ ഈ നഗരത്തിനായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു ആഗോള ക്രിപ്റ്റോ AI ഡാറ്റ ഹബ്ബാക്കിയിട്ട് ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനായിട്ട് മാറ്റാനായിട്ടാണ് പദ്ധതി. ഇനി നമ്മൾ യൂറോപ്പിലേക്ക് വന്നാൽ ഇന്ത്യ ജർമ്മനിയോ ഫ്രാൻസിനെയോ അല്ല സമീപിച്ചത്, മറിച്ച് കിഴക്കൻ യൂറോപ്പിലെ എസ്റ്റോണിയ, ഫിൻലൻഡ്, ക്രൊയേഷ്യ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളെയാണ് നമ്മൾ സമീപിച്ചത്. എസ്റ്റോണിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ഗവൺമെൻറ് എക്കോസിസ്റ്റമുള്ള ഒരു രാജ്യമാണ്. ഫിൻലാൻഡോ 6G ടെക്നോളജിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും മുൻപന്തിയിലും. സെർബിയ GPU സാങ്കേതികവിദ്യയുടെ ഹബ്ബായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ത്യ ഇവർക്ക് തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ സ്റ്റാക്ക് നൽകുമ്പോൾ പകരം അത്യാധുനിക ടെക്നോളജി ഇവരിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിൻ്റെ അടിയിലൂടെയുള്ള കേബിളുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്കുമാണ്. ഡേറ്റ കൈമാറ്റം AIയുടെ ജീവനാണ്. ലോകത്തിലെ 99% ഡേറ്റ കൈമാറ്റവും നടക്കുന്നത് സാറ്റലൈറ്റുകൾ വഴിയല്ല,
മറിച്ച് കടലിൻ്റെ അടിയിലുള്ള സബ്മറീൻ കേബിളുകൾ വഴിയാണ്. ഈ കേബിളുകളുടെ സുരക്ഷ യുഗത്തിൽ രാജ്യസുരക്ഷയ്ക്ക് തുല്യമാണ്. ഇതിനായിട്ട് ഇന്ത്യ ഗ്രീസിനെയും മൊറീഷ്യസിനെയും തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിൽ കൂടെയാണ് ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളുകൾ പോകുന്നത്. അവിടെ ഗ്രീസ് ഇന്ത്യക്ക് ഒരു നേവൽ ബേസ് ആക്സസ് നൽകിയിട്ടുണ്ട്. ഇതുവഴി ഇന്ത്യക്ക് തങ്ങളുടെ ഡേറ്റ ലൈനുകൾ സംരക്ഷിക്കാനും പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്തായ ടർക്കിയെ പ്രതിരോധിക്കാനും സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൊറീഷ്യസുമായിട്ടുള്ള നാവിക സഹകരണവും ഇതേ ലക്ഷ്യത്തോടെയാണ്. സോഫ്റ്റ്വെയർ കരുത്ത് വർദ്ധിക്കുമ്പോൾ ഇന്ത്യക്ക് മികച്ച ഹാർഡ്വെയർ പിന്തുണയും ആവശ്യമാണല്ലോ. ഇതിനായിട്ട് ബ്രസീലിനെ ഇന്ത്യ കൂട്ടുപിടിക്കുന്നുണ്ട്. ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറിൽ നിന്നുള്ള അത്യാധുനിക എയർക്രാഫ്റ്റ് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകുമ്പോൾ പകരം ഇന്ത്യയുടെ സൊല്യൂഷനുകൾ നമ്മൾ അവർക്ക് നൽകും. അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോൾ എയർക്രാഫ്റ്റ് ടെക്നോളജിയുമായിട്ട് ഇതിന് എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ന്യായമായിട്ടും സംശയിക്കും. ആധുനിക വിമാനങ്ങൾ പറക്കുന്ന ഡേറ്റാ സെൻറ്ററുകളാണ്. എംബ്രയറുമായിട്ട് സഹകരിക്കുന്നതിലൂടെ വിമാനങ്ങളിലെ സെൻസറുകൾ, ഓട്ടോണോമസ് നാവിഗേഷൻ, ഡ്രോൺ സാങ്കേതികവിദ്യ ഇവയിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയറുകളിൽ AI എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിൽ ഇന്ത്യക്ക് വലിയ അറിവ് ലഭിക്കും. ഇത് ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം ഡ്രോണുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഗുണം ചെയ്യും. എന്നാൽ ഇതെല്ലാം നടപ്പിലാക്കാനായിട്ട് വൻ തുക ആവശ്യമാണ്. അമേരിക്കയും ചൈനയും ഒക്കെ $650 ബില്യൺ AI വികസനത്തിനായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം ഖജനാവിൽ നിന്ന് മുടക്കുന്നത് 10,300 കോടി രൂപ, ഏകദേശം $1.25 ബില്യൺ മാത്രമാണ്. ബാക്കി തുക UAEയുടെ $1 ട്രില്യൺ വരുന്ന സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്നാണ് ഇന്ത്യ സ്വരൂപിക്കുന്നത്. അതായത് സ്വന്തം പോക്കറ്റ് കാലിയാക്കാതെ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് തങ്ങളുടെ സ്വന്തം ഇക്കോസിസ്റ്റം പടുത്തുയർത്തുക എന്ന അതിബുദ്ധിപരമായ തന്ത്രം. പാശ്ചാത്യ രാജ്യങ്ങൾ AI വികസിപ്പിക്കുന്ന കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടിയാണ്. അവിടെ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ 2026 AI ഇമ്പാക്റ്റ് സമ്മിറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയം MANAV, മാനവ്, അതായത് മോറൽ, അക്കൗണ്ടബിൾ, നാഷണൽ സോവറിനിറ്റി, ആക്സസിബിൾ, വാലിഡ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. അമേരിക്കൻ കമ്പനികളുടെ വലിയ ചെലവുള്ള ബിഗ് AI മോഡലുകൾക്ക് പകരം സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്മോൾ AI മോഡലുകളാണ് ഇന്ത്യ ഗ്ലോബൽ സൗത്ത്, അതായത് വികസ്വര രാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി അഥവാ നമ്മൾ അമേരിക്കയ്ക്കും യൂറോപ്പിനും സാങ്കേതികവിദ്യ വിറ്റാൽ അവരുടെ നിബന്ധനകൾ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും. ഒരു ചെറിയ പിഴവ് വന്നാലും അവർ അതിനെക്കുറിച്ച് ലോകമെമ്പാടും വലിയ ബഹളമുണ്ടാക്കും. ഇപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന AI സമ്മിറ്റിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റി എന്തോ ഒരു ഫ്രോഡ് കാണിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ അങ്ങ് ആഘോഷിക്കുകയാണ്. പക്ഷേ നമ്മൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു ചൂഷണമല്ല, പരസ്പര സഹകരണത്തോടെയുള്ള ഒരു വളർച്ചയായിട്ട് മാറും. 2023 AI സമ്മിറ്റിൽ കോപ്പി അടിച്ച ആപ്പുകളുമായിട്ട് വന്ന ഇന്ത്യൻ കമ്പനികളെയാണ് കേന്ദ്രമന്ത്രിമാർ വിമർശിച്ചതെന്നുണ്ടെങ്കിൽ 2026 കഥ മാറി. സർവം AI, ഭാരത് ജൻ തുടങ്ങിയ നൂതന മോഡലുകൾ ഇന്ത്യ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രതിരോധ മേഖലയിലെ വൻപിച്ച AI പ്രൊജക്റ്റുകളും സജീവമാണ്. അമേരിക്കയും ചൈനയും ലോകത്തെ വിഭജിച്ച് തങ്ങളുടെ കുത്തക നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ പങ്കാളികളുടെ കഴിവ് മനസ്സിലാക്കി അവരെ ഒന്നിപ്പിച്ച് ഒരു കൊളാബറേറ്റീവ് എക്കോസിസ്റ്റമാണ് സൃഷ്ടിക്കുന്നത്. ഇതാണ് ആധുനിക കാലത്തെ അസ്തൽ ചാണക്യ നീതി. ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ട് കുതിക്കാനുണ്ട്. അതിനുവേണ്ട ശക്തമായ തന്ത്രങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും, അതിനെ പയറ്റ് നമ്മൾ വിജയിച്ച് കയറുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ വിശകലനങ്ങൾക്കായിട്ട് നിങ്ങൾ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.